നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഒരു മുട്ട നമ്മൾ പൊട്ടിച്ച് ഒഴിക്കുന്നു. എടുത്തോന്ന് പറഞ്ഞാൽ അത് എടുത്താലിട്ടിട്ട് വേറെ പരത്തിക്കോളാം. മതി. പച്ചച്ചട്നി. സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിക്കാം കേട്ടാ. ഗോതമ്പ് പൊടി കലക്കി ഉണ്ടാക്കല്ലേ വേണ്ട. പക്ഷെ അതിന് ഒരു വേറിട്ട രുചിയുമായിട്ടൊരു സാധനം. നമസ്കാരം. ഇങ്ങോട്ട് വാടാ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഗോതമ്പ് ദോശ. ഇത് നമ്മൾ കണ്ടുപിടിച്ചതൊന്നുമല്ല. ഇത് പ്രതാപ് ഫുഡ് TV എന്ന് പറയുന്നൊരു ചാനൽ ഉണ്ട്. അതിൽ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല. ഒരു 2-3 കൊല്ലമൊക്കെ ഉണ്ടാവും അതിൽ കണ്ടിട്ടുള്ളത്. അന്ന് തൊട്ട് ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക്. കാരണം ഉണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇവിടെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. വീട്ടിലുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ എന്നിട്ട് അതിലേക്കൊരു ചട്നിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് ദോശ. അപ്പോൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറയാം. 4 മണിക്ക് ഉണ്ടാക്കി കഴിക്കാം. എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. എൻ്റെ സമയമൊന്നുമില്ല. ചേട്ടൻ ഷേവ് ചെയ്ത് കുളിക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വരും. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു. അത് ഞാൻ 1/2 കപ്പ് ചോറ്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ 1/2 കപ്പ് ചോറ് അതിടാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് നാളികേരം ചിരകിയത് ഇടാം. ഇനി വേണ്ടത് കോഴിമുട്ട. വേണമെങ്കിൽ കോഴിമുട്ട ഇട്ടിട്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കോഴിമുട്ട ഇടാണ്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കോഴിമുട്ട ചേർക്കുമ്പോൾ ഇത്തിരി സോഫ്റ്റ്നെസ് ഉണ്ടാവുമെന്ന് മാത്രം. ഇത് ചേർക്കണ്ടെന്നുള്ളവർക്ക് ചേർക്കണ്ട. 1 മുട്ട നമ്മൾ പൊട്ടിച്ച് ഒഴിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ വേണ്ടത് നല്ല ജീരകം. നല്ല ജീരകത്തിൻ്റെ മണം ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ചേർക്കണമെന്നില്ല. 1/4 ടീസ്പൂണ് നല്ല ജീരകം. പിന്നെ വേണ്ടത് ഉപ്പ്. ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആ ദോശ കല്ലുമ്മേ ആക്കാനായിട്ട് നല്ലെണ്ണ വേണം. അപ്പോൾ നല്ലെണ്ണ അവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് ഇനി വെള്ളം ചേർക്കാം. വെള്ളം ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ വേണ്ടി വരും. നമുക്ക് ആദ്യം 1 കപ്പ് ഒഴിച്ചിട്ടേ മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് നോക്കാം. കണ്ടാ ഭയങ്കര സുഖമാണ്. ഇതൊന്ന് അടിക്കാട്ടോ മിക്സിയിൽ. കൈ കൊണ്ടാക്കാലോ. കൈ കൊണ്ടല്ലാക്കണേ. കൈ കൊണ്ടല്ലോ, സ്പൂൺ കൊണ്ടല്ലോ ആക്കണേ. ചേട്ടൻ വരണ്ട. അല്ല, അതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ആക്കിയിട്ടേ ഇത്തിരി കൂടി വെള്ളം ചേർക്കാത്ത. കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്കിത് മിക്സി ശരിക്കും അരച്ചെടുക്കാം. ഒരുപോലെയല്ല എണ്ണ. നീ തന്നെയല്ല എണ്ണ കൊണ്ടുവന്നു എനിക്ക് കേട്ടാ. ഇതിങ്ങനെ അരഞ്ഞുണ്ട്, ഇങ്ങനെയുണ്ട് കേട്ടാ. അപ്പോൾ ദോശയ്ക്കുള്ള പാകത്തിനുള്ള കട്ടിയായിട്ടുണ്ട്. അപ്പം ഇനി വെള്ളം വേണ്ട. 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ജീരകത്തിൻ്റെ ഉപ്പ് നോക്കി കേൾക്കുക. ഉപ്പുണ്ടാ? അതെ. തീ കത്തിച്ചിട്ട് നമ്മൾ ദോശത്തട്ട് അടുപ്പത്ത് വെച്ചു. ഇനി ദോശ ഇവിടെ മാവ് ആക്കണില്ല ഞാൻ. അതിന് പകരം ഞാൻ എന്തൊരു ചെയ്യുന്ന പറയും, 2 സ്പൂൺ എണ്ണയില്ലേ ഇതിലേക്ക് ഒഴിക്കും. എണ്ണയുടെ മണം ഇഷ്ടമില്ലാത്തവർ ഒഴിക്കണ്ട കേട്ടാ. നല്ലെണ്ണയാണിത്. പൊട്ടെണ്ണ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് നല്ലെണ്ണ എന്ന് പറയും, അല്ലെങ്കിൽ എള്ളെണ്ണ. നെയ്യാ വെളിച്ചെണ്ണയാ എന്തൊട്ടൊക്കെ ആക്കണ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഇനിയിപ്പോൾ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലേ ജഗ്ഗോ? ഒരു പാട്ട് പാടി ജഗ്ഗോ. നീ ഇവിടെയൊക്കെ നടന്ന് പാട്ട് പാടണതല്ലേ. ഇനി നെയ്യ് എന്തിനാ എണ്ണയുള്ളപ്പോ? നെയ്യിനേക്കാൾ ടേസ്റ്റ് ഇതാ. ഇതിലേക്ക് ചട്നി ഉണ്ടാക്കണം. അച്ഛൻ തുറച്ചിടുന്നത് ഡ്രസ് മാറാനാ? കുളി കഴിഞ്ഞാ? ആ
അപ്പോൾ വരും. അരമണിക്കൂർ പൊടി നീ പല്ല് വെച്ചിട്ടില്ല ഇന്ന്? ചിരിക്കില്ല ജഗ്ഗുന് നാണം വന്നിട്ട് ജഗ്ഗു ഭയങ്കര ഡീസൻ്റാ. ക്യാമറ ഓണാക്കി കഴിഞ്ഞ പിന്നെ ഇതിലിപ്പോൾ ഒരു മഞ്ഞപ്പ് പോലില്ലേ, മുട്ട ചേർത്തില്ലെങ്കിൽ ഇതുണ്ടാവില്ല. ഞാൻ വെറുതെ അതെല്ലാവർക്കും അറിയാം. സജി തേറുള്ളി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ആളുടെ ഇൻസ്റ്റഗ്രാം റീൽസ് ആട്ടോ ഞാൻ കാണാറ്. അപ്പോൾ ആള് തുടക്കം തന്നെ പറയും, നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം, അങ്ങനെ പറഞ്ഞിട്ടാണ് ആള് പറയാം. ആളുടെ റെസിപ്പികളൊക്കെ നല്ല നല്ല രസമാണ്. ഇത് ഇത്തിരി ബലം വെച്ചു കൂട്ടാ. ഞാനേ ഇതിൻ്റെ ഇടയിൽ ചട്നി ഉണ്ടാക്കാനായിട്ടേ ഉള്ള തക്കാളി ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ, തക്കാളി ചട്നി. അപ്പം അത് തക്കാളി സബോള എടുക്കാൻ അങ്ങോട്ടൊന്ന് പോയതാ. അത്രയ്ക്ക് മുരിക്കേണ്ട ആവശ്യമില്ല. മുരിച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാട്ടാ. ഇതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കെടുക്കും. നമുക്കിനി തക്കാളി ചട്നി ഉണ്ടാക്കാം. അപ്പം ചട്നിയാണ് ചേട്ടൻ ഉണ്ടാക്കിക്കോ. വരണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഷേവ് ചെയ്തു ചേട്ടൻ? അല്ലാന്ന് ഞാൻ ചേട്ടൻ മറ്റേ കഴിച്ചോ. അപ്പൊ ചട്നി വേണ്ടേ? മറ്റേ ചട്നി ഉണ്ടാക്കണില്ലേ, മറ്റേ ഉള്ളി അപ്പൊ അതൊക്കെ പൊടിച്ചിട്ട് വന്ന പാവം ചേട്ടൻ. അല്ല ചേട്ടൻ ഇതാക്കിക്കോ, ഞാൻ അതിൻ്റെ ഒക്കെ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കാം. ഇവിടെ കിടക്കാൻ വരിക. പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കണേ, അത് കാരണം ആണ് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കേണ്ടി വരുന്നത്. ഉള്ളിത്തണ്ട് പൊട്ടിക്കാൻ പോകണം. ഉള്ളിത്തണ്ട് ഇഷ്ടം പോലെ ഉള്ളി ഉണ്ടായിട്ടുണ്ടാവണം നന്നായിട്ട്. അപ്പം ഈ ഇങ്ങനെ ഒടിഞ്ഞു വീണ് എടുക്കുന്നത് വേണമെങ്കിൽ എടുക്കാം. പുതിനയില വേണം സരിത? ദോശ ഉണ്ടാക്കി പിടിക്കും കഴിഞ്ഞാ? ദോശ ചട്നി ഉണ്ടാക്കണ്ടേ? അപ്പൊ ചട്നി ഉണ്ടാക്കുക. ജഗ്ഗുന് ഈ ദോശയെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ട ആദ്യം ഉണ്ടാക്കി വെച്ചത് കഴിച്ചു കഴിഞ്ഞു. ഇതിപ്പോ സാധാരണ ചമ്മന്തി തക്കാളി ചട്നി ഞാൻ സാധാരണ ദോശക്ക് ഉണ്ടാക്കാറില്ലേ, അത്. മാവ് ഇതിപ്പോ കഴിയില്ല, ഒരു കപ്പ് കൂടി ഉണ്ടാക്കാല്ലേ. എനിക്ക് തിന്നണ്ടായിരുന്നു, എനിക്ക് അറിഞ്ഞൂടെ. ഈ ചട്നി ഉണ്ടാക്കണത് എനിക്ക് തോന്നുന്നു കാണിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവും. അപ്പൊ എനിക്കിവിടെ റോളൊന്നും ഇല്ല. ആ ദോശ ആയിട്ടുണ്ടാവും ചേട്ടൻ എടുത്തോ? എടുക്കണില്ലേ, അതിനൊപ്പം എടുത്തോന്ന് പറഞ്ഞ അത് എടുത്ത് അതിലിട്ടിട്ട് വേറെ പരത്തിക്കോളാം. അങ്ങനെയാണ് പറഞ്ഞില്ല. ചേട്ടൻ എന്ത് വിചാരിച്ചേ? അതെ, ഒരു കയ്യിലാ വയ്ക്കണത്. ഒരു 1.5 കയ്യിൽ ഒഴിച്ചോ. പുതിനയില പൊട്ടിച്ചില്ലേ? പുതിന വേണല്ലേ? പുതിനയിലയും കൂടി പൊട്ടിച്ചോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പോകുമ്പോ. പുതിനയില ഞാൻ പൊട്ടിച്ചിട്ട് വരാം. പുതിനയില കൂടി വേണമെന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു. 10 വട്ടം വിളിച്ചു ചോദിച്ചു. ഞാൻ ചേട്ടോട് ഇറങ്ങുമ്പോ എന്നെ പറഞ്ഞു പുതിനയിലയും കൂടി പൊട്ടിച്ചോട്ടെ ചേട്ടാ. ചേട്ടൻ കേട്ടില്ലേ? മുട്ട ഇടണം. ഒരു മുട്ട അവിടെ ഇരിക്കണ്ട, അതിന്റെ എടുത്തോ. സിമ്മിലിടാല്ലേ? സിമ്മിലിട്ടോ. സിമ്മില് ഞാൻ അടുക്കളയില് പാചകം ചെയ്തിട്ട് കൊറേ നാളായി. വീഡിയോ എടുത്തിട്ട് പാചകം അല്ല, അടുക്കളയില് പാചകം ചെയ്യാൻ പറഞ്ഞിട്ട് കമന്റുകളുണ്ട്. പുതിനയില പൊട്ടിച്ചിട്ട് വരാം. അത് നോക്കിയാട്ടാ. പുതിനയില കൂടി പൊട്ടിക്കണം. പുതിനയില കണ്ട കാട് പോലെ ഉണ്ടായിരുന്നു, കാട് പോലെ. പുതിനയില അധികം വേണ്ട അല്ലേ? ഇപ്പോഴെ പുതിനയില ചമ്മന്തി അടിപൊളിയാണ് കേട്ടാ. ജഗ് മറച്ചിട്ടൊന്നുമില്ലല്ലേ? നമ്മള് അടുത്ത ആഴ്ച പിസ്സ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ തുന്തുരു ഉണ്ടാകുന്നുണ്ട്. തുന്തുരു വന്നിട്ടുണ്ടാകുന്നുണ്ട് പിസ്സ.
അതന്നെ നമുക്ക് ഈ ഓവൻ സിന്ധു ചേച്ചി തന്നിട്ട് ഇതുവരെ അതിലൊന്നും ചെയ്തിട്ടില്ല. ബുൾഗരിക്കാൻ പോണത് തുന്തുരുവിൻ്റെ പീസയിലാണ്. 2 ടൈപ്പിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടവൻ. ഓവൻ ഇല്ലാണ്ട് പീസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ഇല്ലാണ്ട് പറ്റും. നമ്മുടെ മാവ് കഴിയാറായി. അപ്പോൾ ഒരു സ്റ്റെപ്പും കൂടി ചെയ്തു കേട്ടാ. 1 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ 1/2 കപ്പ് ചോറ്, 1/4 കപ്പ് നാളികേരൊക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഞാനിത് ചെയ്തു. ഇപ്പം തന്നെ 5 സെക്കൻഡ് ഉണ്ടായില്ലേ? ഇത് ചെയ്യാൻ ഉണ്ടാക്കാൻ സുഖമല്ലേ? ഇപ്പൊ തികഞ്ഞില്ലാന്ന് തോന്നി. എളുപ്പമുള്ള പരിപാടി, ഭയങ്കര എളുപ്പത്തില് കുട്ടികൾക്ക് ഇവർക്ക് ഭയങ്കര ഇഷ്ടാവും. ഇതൊരു വട്ടം നമ്മുടെ മുരളിയേട്ടൻ ഷെൽബി കൂടെ വന്നിട്ട് നിങ്ങള് നാടകം അവർക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോ മുരളിയേട്ടനെ ഇവര് ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചു അല്ലേ? ഓർമ്മയുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. വളരെ എളുപ്പത്തിലുള്ള പണിയാണ് കേട്ടോ. ഈ ഗോതമ്പ് ദോശ എന്നിട്ട് അവർക്ക് വിശ്വാസം വരുന്നില്ല. അത് ഓഫ് ആക്കിക്കോ. ഓഫ് ചെയ്തു കേട്ടാ. ഈ ഇതിന്റെ ഇതിന് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലടിക്കാം. അപ്പോഴത്തേക്കും നാളികേര ചട്നി ഉണ്ടാക്കാം. നാളികേര ചട്നി ഉണ്ടാക്കാനായിട്ട് നാളികേര ഇത്തിരി ഉള്ളു ചേട്ടാ. ഉള്ളത് മതിയാ? അത്ര മതിയില്ലേ? ഒരു മിനിറ്റ്, ഞാൻ ജാർ എടുക്കട്ടെ. പച്ചമുളക് പൊട്ടിച്ചിട്ടില്ലല്ലോ. ആ വൈകിട്ട് പൊട്ടിക്കും. എന്തേ? അയ്യോ, ഞാനിങ്ങനെ കാണിച്ചപ്പോഴേ നമ്മുടെ അപ്പുറത്ത് വലിയ പാമ്പിന്റെ ഓറ മുന്നൊരു വട്ടം ഏതാണ്ട് ഒരു കൊല്ലം മുന്നാന്ന് തോന്നുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് അവിടെ തന്നെ വലിയ പാമ്പിന്റെ ഓറ. മൂർഖം തന്നെയാണ്. പച്ചമുളക് പൊട്ടിക്കല്ലേ? പാമ്പിന്റെ ഓറ കാണിക്കണ്ടല്ലേ? പച്ചമുളകും വേപ്പിട്ടല്ലേ? മണിത്തക്കാളി വേണ? മണിത്തക്കാളി ഒന്നും വേണ്ട. ചട്നിയിലേക്കാ വേപ്പില വേണ? വേപ്പില വേണം, കാച്ചാൻ. കുറച്ച് നാളികേരം ചെരുകിയത്. അതിൻ്റെ ജഗ്ഗു എനിക്കിത്തിരി ഇത് ഉണങ്ങും. ജഗ്ഗു ദോശ ഇടയ്ക്കിടയ്ക്ക് എടുത്ത്. അയ്യോ, ഇത്ര അധികം വീതം ഇടണം. കുറച്ച് നാളേരമുള്ളൂ. ഉള്ളിത്തണ്ട് മുഴുവൻ അല്ലേ? ഇവിടെ ഒരു കത്തിരുന്നോടുന്നല്ലോ ഉണ്ണിയെ. കത്തിയതേ ഉള്ളിത്തണ്ട് ചെറിയ എണ്ണ ഉള്ളിത്തണ്ട് കൂടുതൽ ഉപയോഗിക്കാറ് എപ്പോഴും. എല്ലാത്തിലേക്കും എല്ലാ കൂട്ടാലിക്കും ഉള്ളിത്തണ്ട് ഇങ്ങനെ ഒടിഞ്ഞു വീർക്കേ. ഉള്ളിര മുകളിൽ ഇങ്ങനെ നിൽക്കണം, പിന്നെ ഇടയിൽ ഒടിഞ്ഞു വീർക്കുക. ഒടിഞ്ഞതൊക്കെ ഇങ്ങനെ ഓരോന്നോരോ ഉള്ളി പറക്കി എല്ലാത്തിലിടും. എല്ലാ കൂട്ടാലിടാലോ, എല്ലാ ദിവസവും അന്നാമത്തെ കൂട്ടാലിടാം. അതായിരിക്കും അടിച്ചു പോയോളും. പൊക്കോളും. ഞാൻ ചെറുതാക്കിയത് മാത്രം. മതി മതി. പച്ചച്ചട്നി, ഒരു ചുവപ്പ് ചട്നി, ഒരു പച്ചച്ചട്നി. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ഉപ്പ് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടല്ലേ? ഇത്തിരി ഉപ്പും കൂടി ഇട്ടു. ഇടാണ്ട് ഇല്ല. ഓക്കേ, ഗ്രീൻ ചട്നി റെഡി. നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇത്ര പച്ച കളർ ഉണ്ടാവാറില്ല. ഇത്രക്ക് ഉള്ളി തണ്ട് ഇടാറില്ല. അത് കാരണം ഉള്ളി തണ്ടിട്ട് കുത്തൊന്നും അറിയില്ലേ? കലക്കൻ ചട്നിയാണ്. ഞാൻ അടുത്ത ചമ്മന്തി ഉണ്ടാക്കണം. അരയ്ക്കാം. അയ്യോ, ഇത് ചൂട് കൂടുതലുണ്ടായിരുന്നു. അതെ, ഓട്ടേക്കടച്ചോ? അത് കുഴപ്പമില്ല, ചൂട് കൂടുതലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കുഴപ്പം. അടുത്ത ചട്നി റെഡി. ചുവപ്പ് ചട്നി ഒന്നും പറയാൻ പറ്റില്ല, ചുവപ്പ് കളറില്ല ശരിക്കും. ഇതുണ്ടല്ലോ, മുളകുമുളക് ഇടാട്ടാ. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള എരിവിനുള്ള വറ്റൽമുളകില്ലേ, അതാദ്യം ഒന്ന് വഴറ്റുക. അത് മാറ്റി വെച്ചിട്ട് പിന്നെ തക്കാളിയും സബോളയും കൂടിയിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പ്രതാപ് ഫുഡ് TV-യിലെ പ്രതാപിൻ്റെ അടിപൊളി ദോശ അല്ലേ? സിമ്പിളായിട്ടുള്ള സാധനമാണ്, ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സാധനം. പിന്നെ നമ്മുടെ അയ്യോ അവരെ അത് പറയാലേ,
പ്രതാപും ആശിയും അവരെ കുറിച്ച് ഞങ്ങൾ മുൻപും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിഭയാനകമായ ദുരന്തങ്ങൾ നേരിട്ടിട്ടുള്ളൊരു ഭാര്യ ഭർത്താവാണ് അവർ. അപ്പോൾ അതൊന്നും അതെന്താണെന്നൊന്നും നമ്മൾ പറയണില്ല. അപ്പോൾ അവർ ചാനൽ തുടങ്ങുന്നതിനേക്കാളൊക്കെ മുമ്പേ നമുക്ക് അവരറിയാട്ടോ. അവർ നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പരിചയം. ഇത് കമൻ്റ് ഇട്ട് നമ്മളുടെ ഫോൺ നമ്പറൊക്കെ ചോദിച്ച് അങ്ങനെ വിളിച്ച് സംസാരിക്കാറുള്ളതാണ് ആശ. അപ്പോൾ അവരിപ്പോൾ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞുതരാം. അത് നമുക്കൊരു ദിവസം ഒരു കൊറിയർ വന്നതാ. കരിനെല്ലിക്ക അച്ചാറും കരിനെല്ലിക്ക അച്ചാറ്, പിന്നെ കൂവപ്പൊടി. 10-30 ദിവസം കൊണ്ടാണ് ഈ കരിനെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാട്ടാ. അതെ, അത് അവര് നമുക്ക് കൊറിയർ ചെയ്തിട്ട് തന്നതാണ്. നമ്മളോട് ഇത് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. വീഡിയോയിൽ പറയാനൊന്നും അവർ പറഞ്ഞിട്ടില്ല കേട്ടാ. പക്ഷെ ഉപയോഗിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇത് പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല. കൂവപ്പൊടി നമുക്ക് അന്ന് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് ഫ്രിഡ്ജിലേക്ക്. ഇത് നോക്കിയോണ്ട് ഇതിന്റെ വിലയ്ക്ക് നോക്കിയേ, 400 രൂപ. 400 രൂപയാണ് കേട്ടാ. ഒരു 200 ഗ്രാമിന് 400 രൂപ. പക്ഷെ അതിനുള്ള പണിയുണ്ട്. കരിനെല്ലിക്ക അച്ചാർ നല്ല രസമുണ്ട്. പിന്നെ കൂവപ്പൊടി. അപ്പം ഇത് രണ്ടും ഇപ്പം അവരിങ്ങനെ ഓൺലൈനായിട്ട് അവർ ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഇവരെ ഫോൺ നമ്പർ തരാം കേട്ടോ. ആ ഫോൺ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കരിനെല്ലിക്ക ചേട്ടൻ ഒരു വട്ടം കുറെ നോക്കിയിട്ടുള്ളത് അല്ലേ? കരിനെല്ലിക്ക 45 ദിവസത്തോളം പിടിക്കുകയും അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത്. അപ്പൊ ഇത് അടിപൊളി സാധനമാണ്. അതെനിക്കറിയില്ല. അപ്പൊ മറ്റേ ഈ പച്ച ചമ്മന്തി അതവിടെ വെച്ചോ. അപ്പൊ നമ്മുടെ ഇതിന്റെ ഒപ്പം പച്ച ചമ്മന്തിയും ചോപ്പ് ചമ്മന്തിയും ഉണ്ടാക്കി ഞങ്ങളത് കുട്ടികൾക്ക് കൊടുക്കാം. അടിപൊളിട്ടാ. സ്പീഡിലുണ്ടാക്കാം നമുക്ക്. പെട്ടെന്ന് നമുക്ക് വിശന്നു. അപ്പൊ എന്തുട്ടാ കഴിക്കുക? സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിക്കാം കേട്ടാ. ഗോതമ്പ് പൊടി കലക്കി ഉണ്ടാക്കല്ലേ വേണ്ടോ. പക്ഷെ അതിൽ നിന്ന് ഒരു വേറിട്ട രുചിയുമായിട്ടൊരു സാധനം. എന്താണ് ചേട്ടാ ഇതും കൂടി ഉണ്ടാക്കിട്ട് പോരാ, അല്ലെങ്കിൽ പിന്നെ മതിയാ? ചേട്ടൻ വേണേ കഴിച്ചോ? കഴിച്ചോ ചേട്ടാ? എനിക്ക് ഇത്തിരി ഈശ വായിലെന്നാ മതി. ഒളിച്ചേ കണ്ടേ കളിക്കുകയാണ്. അപ്പൊ നമ്മള് ദോശ തന്നെയാണ് കേട്ടാ. എത്ര ദോശ കഴിച്ചു ജഗ്ഗു? ചട്നി ഒന്നും ഇല്ലാണ്ട് 2 കഴിച്ചൂല്ലേ? ഇനി 2 ഇടണുള്ളൂ കേട്ടാ. ഇനി വേണമെങ്കിൽ കഴിക്കാം. ചമ്മന്തി അടിപൊളി പച്ച ചമ്മന്തി കഴിക്കൂ. ഞങ്ങൾക്കും ജഗു 2 ദോശ കഴിച്ചു. 2 നല്ലതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ച് ചിലതിന്റെ അടിയിൽ തന്നെ ചിലതിന്റെ അരുമൂലൊന്നില്ല. 2 ചമ്മന്തിയിലും മൂക്കി കഴിക്കണം. എന്താ എരിവുണ്ടാ? എരിവ് അത്രക്കില്ല. ഹെൽത്തി ആയിട്ടുള്ള സാധനം. തക്കാളി ചട്നിയിൽ എരിവുണ്ട്. അടിപൊളി സാധനം കേട്ടോ. ഹോട്ടലിലേക്ക് പോണ്ട. ദോശ ഇങ്ങനത്തെ ദോശ ഹോട്ടലിലേക്ക് കിട്ടുമെന്ന് അറിയില്ല. ഉണ്ടാവില്ല. ഗോതമ്പ് ദോശ ചെയ്തുകൊണ്ടേ ഈ പുതിന ചട്നി ഉണ്ടാക്കില്ലേ, ഉള്ളി തണ്ടൊക്കെ ഇട്ടിട്ട് നാളികേരം ഇത്തിരി കൂടി ഇത്തിരി തൈര് ചേർക്കാം. ഒരു പുളി ഉണ്ടാവുമല്ലോ. പക്ഷെ അതിന് വേറെ തക്കാളി ചട്നി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. തക്കാളി ചട്നി നല്ല പുളി ഉള്ളതുകൊണ്ടേ ദോശ കഴിഞ്ഞു. ഇതിപ്പോ കഴിയും. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടാ. അപ്പൊ അടിപൊളി സാധനം ചമ്മന്തി. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കിടാങ്ങൾക്കും വലിയവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അടിപൊളി സാധനമാണ്. വളരെ ഈസി ആയിട്ടാണ്. ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോയിലാണ്. നന്ദി, നമസ്കാരം.